ജീവനക്കാരുടെ സാലറി ചലഞ്ചിന് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി സർക്കാർ. ചുരുങ്ങിയത് 5 ദിവസത്തെ ശമ്പളമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകേണ്ടത്. തുക ഗഡുക്കളായി നൽകാനും അവസരമുണ്ടാകും. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, വിവരങ്ങൾ എന്താണ്? മാർഗനിർദ്ദേശം ഉള്ളടക്കം എങ്ങനെ? റീജിത്ത്, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർവീസ് സംഘടനാ ഭാരവാഹികളുമായി മുഖ്യമന്ത്രി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് 5 ദിവസത്തെ ശമ്പളം നൽകാൻ തയ്യാറാണെന്ന് ഭാരവാഹികൾ അറിയിച്ചത്. എന്നാൽ ജീവനക്കാരെ നിർബന്ധിക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രിയോട് ഇവർ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു മാർഗനിർദ്ദേശം ഉത്തരവായി ധനവകുപ്പ് ഇറക്കിയിട്ടുള്ളത്. ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് ചുരുങ്ങിയത് ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളമെങ്കിലും നൽകണം. ഇതിന് ഈ സമ്മതപത്രം ജീവനക്കാരിൽ നിന്ന് വാങ്ങി ബന്ധപ്പെട്ട BDOമാർക്കാണ് നൽകേണ്ടത്. ഇങ്ങനെ നൽകുന്ന തുക പ്രത്യേകമായി തുറക്കുന്ന ഒരു ട്രഷറി അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നത്. ശമ്പള തുക കണക്കാക്കുന്നത് 2024 ഓഗസ്റ്റ് മാസത്തെ മൊത്ത ശമ്പളത്തിന്റെ അടിസ്ഥാനമാക്കിയായിരിക്കും. 5 ദിവസത്തെ വേതനം സംഭാവന ചെയ്യുന്നവർക്ക് ഈ തുക പരമാവധി 3 ഗഡുക്കളായിട്ടായിരിക്കും നൽകാവുന്നത്. 5 ദിവസത്തിൽ കൂടുതൽ സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു മാസം ചുരുങ്ങിയത് 2 ദിവസം എന്ന ക്രമത്തിൽ 10 ഗഡുക്കളായി നൽകാവുന്നതാണ്. എന്നാൽ ഈ ഉത്തരവിൽ ആരെയും നിർബന്ധിക്കുന്നില്ല. താല്പര്യം ഉള്ളവർക്ക് ആ സമ്മതപത്രം നൽകാമെന്നാണ് പറയുന്നത്. എന്നാൽ എല്ലാവരും ഈ സാലറി ചലഞ്ചിൽ പങ്കെടുക്കണമെന്ന് മുഖ്യമന്ത്രി ഇതിൽ അഭ്യർത്ഥിക്കുന്നുണ്ട്. ശരി, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.